തങ്കം ചേട്ടത്തിയുടെ പ്ലാൻ എന്താ? എന്റെ പ്ലാൻ തലയും കുത്തി നിൽക്കാൻ പോടുന്നു. ഞാൻ ചോദിച്ചതല്ല, ഈ പൈസയുടെ ആര് ക്ലീറ്റ മച്ചമ്മയോട് പറഞ്ഞോ? നീ എങ്ങാനും പറഞ്ഞ നാക്ക് പിഴുതി ഞാൻ താഴ്ത്തിടും. ഞാൻ പറയും. ക്ലീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ അപ്പൊ തന്നെ എടുത്ത് വേറെ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ചെയ്ത് അത് കായം കരുത്തി കളയും. എനിക്ക് ഈ കൊച്ചിന് വേണ്ടിട്ട് ഇച്ചിരി പൈസ മാറ്റി വെക്കാനുള്ളത്, അവളെ പഠിപ്പിക്കാനുണ്ട്, അവളെ കെട്ടിക്കണം. ഇതൊന്നും നടക്കൂല. ഹലോ, കളിക്കുന്നു. മഹതിയുടെ പ്ലാൻ എന്താ? ഈ കൊണ്ടുവരുന്ന പൈസ മൊത്തത്തിൽ വേണമെന്നുണ്ടോ? മൊത്തം വേണമെന്ന് ഞാൻ പറഞ്ഞ? എനിക്ക് മൊത്തവും വേണ്ട, പകുതിയും വേണ്ട, ഒന്നും വേണ്ട. ഈ പൊട്ടിയ മാല ഒന്ന് മാറ്റണം. അവളുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട. മൊത്തം എടുക്കുന്നുള്ളതൊന്നല്ല, ഒരു പണിയില്ലാത്തൊരു തന്തയുടെ മോളാ ഇത്. ഇതിനെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആദ്യം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തായാലും വഴക്ക് നിർത്ത്. ഇപ്പൊ മച്ചമ്പി ബാങ്കിൽ പോയേക്ക് വന്നാൽ അമ്മയും കൊണ്ട് തിരിച്ച് പൈസ ആയിട്ട് ഇങ്ങോട്ട് വരും. മഹാലക്ഷ്മിയെ കൊണ്ട് വരുമ്പോ മോൻ കറുപ്പിക്കരുത്. അവിടെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിക്കണം. എനിക്ക് ഒരു പിണക്കും ഇല്ല കാര്യത്തിന്. എനിക്ക് എന്റെ ഫേവറേറ്റ് പണമായിട്ട് വരുന്നേ കർത്താവേ, നിറച്ചു പൈസ മതി. കണ്ണു വെക്കല്ലേ റോഡേ മൊത്തം പൊളിഞ്ഞ അല്പം തിരക്കുണ്ടായിരുന്നു ബാങ്കിലെ. ആണല്ലേ? വാമ ക്ഷീണിച്ചാ? വെള്ളം വല്ലതും എടുക്കായിരുന്നു അമ്മയ്ക്ക്. എട്ടിയൊന്നും കാണുന്നില്ലല്ലോ. ശരി എന്തായി? ഓ ഒന്നുമില്ല അടിയ, അത് അച്ഛനെ ആ സമയത്ത് ഉള്ളതുകൊണ്ട് ഇട്ട്. പക്ഷെ എന്നാലും നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോടാ. അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ? എന്നാ അച്ഛൻ ആ ഒരു സമയത്ത് ഒരു 10 രൂപ കിട്ടും. അതെല്ലാം കൂടെ ഇപ്പൊ ഏകദേശം ഒരു 10-22 രൂപ ഉണ്ട്. 22 ലക്ഷം! എന്റെ മോളെ നിനക്കൊരു 5 പവന്റെ മാല മേടിക്കാൻ പിള്ളേർക്ക് 22,000 ചില്ലുവാൻ രൂപ. എത്ര? അച്ഛൻ ഡെപ്പോസിറ്റ് 10,000 രൂപ. പലിശയും എല്ലാം കൂടെ ചേർത്തിട്ട് 28 ചില്ലറ ഉണ്ട്. 28,400 അങ്ങോട്ടുണ്ട്. മക്കളെ, ഇന്ന് ഞാൻ എവിടെ കിടക്കേണ്ടത്? അവിടെ കിടക്കണോ ഇവിടെ കിടക്കണോ? എന്തോന്നാണ് എന്റെ ആഹാരം ഇന്ന്? അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ? കുഴിമന്തി കഥ